CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ബഹളം. പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും നേതൃസ്ഥാനത്തുള്ളവർ അടൂരിൽ നിന്ന് എന്നാണ് വിമർശനം ഉന്നയിച്ചത് അടൂരിൽ നിന്നുള്ള പ്രതിനിധി രാജശേഖരക്കുറുപ്പ്. വിവരങ്ങൾ നൽകാനായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ ഉന്നയിച്ചിരിക്കുന്ന വിമർശനത്തിൽ അല്ലെങ്കിൽ പരാമർശത്തിൽ എത്രത്തോളം കഴമ്പ് നിലനിൽക്കുന്നുണ്ട്? മിഥുൻ. സംഭവബഹുലമാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം. വിഭാഗീയത, ഒപ്പം തന്നെ പത്തനംതിട്ട രാഷ്ട്രീയത്തെ ബാധിച്ചിരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട്, സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള നിലപാടുകൾക്കെതിരെയുള്ള തുറന്ന പോര്, പാർട്ടി മുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള വിമർശനങ്ങൾ, ഇങ്ങനെ പോകുന്നു ഈ സമ്മേളന കാലത്തെ വിവാദങ്ങളും ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമെല്ലാം. ഈ സമയത്താണ് ഈ ജില്ലാ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടെ ചർച്ചയ്ക്കിടെ ബഹളം ഉണ്ടായിരിക്കുന്നത്. നേതൃസ്ഥാനത്ത് കൂടുതൽ ഉള്ളവര് അടൂരിൽ നിന്നുള്ള ആളുകളാണ്. അടൂരിൽ നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്നു എന്നുള്ള വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് പിന്നീട് ഇത് മറ്റൊരു വിഭാഗം തടസ്സപ്പെടുത്തുകയും വലിയ വാക്കുതർക്കവും ബഹളവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് വഴിമാറുകയും ചെയ്തത്. പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും നേതൃസ്ഥാനത്ത് ഉള്ളവരിൽ കൂടുതലും അടൂരിൽ നിന്നാണ് എന്നുള്ള വിമർശനം ചർച്ചയ്ക്കിടയിൽ ഉണ്ടായി. പാർട്ടി ജില്ലാ സെക്രട്ടറി, ഡിവൈഎഫ്ഐ ഭാരവാഹികൾ, KSKTU ഭാരവാഹികൾ, SFI ജില്ലാ ഭാരവാഹികൾ, പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ, ബാലസംഘം രക്ഷാധികാരികൾ, CITU ജില്ലാ സെക്രട്ടറി, ഇവരെല്ലാം അടൂരിൽ നിന്നുള്ള ആളുകളാണ്. അടൂരിൽ നിന്നുള്ള ആളുകൾക്കാണ് പാർട്ടിയിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും വിമർശനമായി ഉയർന്നു വന്നത്. ഈ കാര്യങ്ങൾ ആരോപണങ്ങളായിട്ട് ഉയർത്തിയപ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും പിന്നീട് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ബഹളവും മറ്റുമാവുകയുമായിരുന്നു. വലിയ ബഹളം നടക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ പിന്നീട് നേതൃത്വം ഇടപെട്ടുകൊണ്ട് ശാന്തമാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. അടൂർ ജില്ലാ സമ്മേളനമാണ് നടക്കുന്നത് എന്ന് പറയാൻ പരിഹസിച്ചുകൊണ്ട് ഉള്ള ആക്ഷേപങ്ങൾ ഉയരുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ വലിയ രീതിയിലുള്ള വാക്വാറ്റങ്ങൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായതും പിന്നീട് നേതൃത്വം ഇടപെട്ട് രംഗം ശാന്തമാക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായത്. അടൂർ ജില്ലാ സമ്മേളനം എന്നുകൂടി പറയൂ എന്ന് പറഞ്ഞത് MV ഗോവിന്ദൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലായിരുന്നു. അദ്ദേഹം ഒരു ചിരിയോടെ ഈ പരിഹാസത്തെ കേൾക്കുകയും പിന്നീട് നേതൃത്വത്തോട് ഈ രംഗം ശാന്തമാക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്തായാലും സംഭവബഹുലമായി തന്നെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം തുടരുകയാണ്. ചർച്ചകൾ തുടരുന്നുണ്ട്. പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ വരും മണിക്കൂറുകളിലും തുടരുകയാണ്. അഞ്ജന.